കഴിഞ്ഞ ദിവസം UPSC പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയ ശ്രീജയുടെ വിജയം സോഷ്യൽ മീഡിയയും ചാനലുകളും വളരെ കഷ്ടപ്പെട്ട് വിജയിച്ച ഒരു മോട്ടിവേഷൻ കഥ എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. പൊതുവെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുമുള്ളവർ ഇങ്ങനെയുള്ള പരീക്ഷകളിൽ വലിയ വിജയം നേടുമ്പോൾ മാധ്യമങ്ങൾ അവരുടെ ആ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ടിനെ മാത്രം വല്ലാതെ ഫോക്കസ് ചെയ്ത് വാർത്തകൾ സൃഷ്ടിക്കുന്നത് വളരെ കോമൺ ആണ്. കാരണം കൂടുതൽ ആളുകൾക്കും അങ്ങനെയുള്ള വാർത്തകൾ വായിക്കുന്നത് ഇഷ്ടമാണ്. സാമ്പത്തികമായി പിന്നോക്കമാണെങ്കിലും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ഇത്തരം വാർത്തകൾ നൽകുന്നത് കൊണ്ടായിരിക്കാം അത്. പക്ഷേ ഇങ്ങനെ വിജയിക്കുന്നവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? പരിമിതമായ റിസോഴ്സസ് വെച്ച് എങ്ങനെ ശ്രീജയെ പോലുള്ളവർക്ക് വിജയിക്കാൻ സാധിച്ചു? അവർ എന്ത് ടെക്നിക്സ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക? ഇതൊക്കെയല്ലേ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. സിവിൽ സർവീസ് പോലെ 10 ലക്ഷത്തോളം പേര് എഴുതുന്ന പരീക്ഷയിൽ എങ്ങനെയാണ് മികച്ച വിജയം നേടാൻ കഴിയുന്നത്? ഇങ്ങനെയുള്ള മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ എങ്ങനെയാണ് അതിനെ ശാസ്ത്രീയമായി സമീപിക്കേണ്ടത്? ആദ്യമേ പറയട്ടെ, 10 ലക്ഷത്തോളം പേര് എഴുതുന്ന ഈ പരീക്ഷയിൽ വെറും 1000-ൽ താഴെ പേർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. അപ്പൊ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഇതെന്നും എത്രത്തോളം സമയം അതിനുവേണ്ടി ചെലവഴിക്കാമെന്നും പരാജയപ്പെടുകയാണെങ്കിൽ ഒരു ലൂപ്പിൽ പെട്ടുപോകാതെ എപ്പോൾ നിർത്തണം എന്നതിനെ കുറിച്ചൊക്കെ തുടക്കത്തിലെ കൃത്യമായൊരു ധാരണ ഉള്ളത് നല്ലതായിരിക്കും. നമ്മൾ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് സിവിൽ സർവീസസ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. ഈ വർഷം ഉന്നത വിജയം നേടിയ ശ്രീജയുടെ ചില ഇന്റർവ്യൂസ് ഞാൻ കണ്ടിരുന്നു. അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ പറയാം. അവരുടെ ഈ വിജയം മനസ്സിലാക്കാൻ നമുക്ക് ഈ വീഡിയോയെ 4 പ്രധാന ഭാഗങ്ങളായി തിരിക്കാം. ഒന്നാമത്തേത് ആസ്പിറേഷൻ. ഇവിടെയാണ് UPSC എന്ന സ്വപ്നം തുടങ്ങുന്ന സമയം. രണ്ടാമത്തേത് എൻവയോൺമെന്റ്, അതായത് പഠിക്കാനുള്ള ചുറ്റുപാട്. മൂന്നാമത്തേത് എക്സിക്യൂഷൻ, പഠനത്തിന്റെ രീതികൾ. നാലാമത്തേത് റെസിലിയൻസ്, അതായത് പരാജയങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി. ഇനി ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. ഒരാളുടെ ആ സ്വപ്നം എങ്ങനെ തുടങ്ങുന്നു എന്നത് ഇതുപോലുള്ള മത്സര പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉദാഹരണത്തിന് ശ്രീജയുടെ UPSC സ്വപ്നം തുടങ്ങുന്നത് 7ാം ക്ലാസ്സിലായിരുന്നു. അന്ന് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് നേടിയ ഹരിത വി കുമാറിന്റെ കഥ കേട്ടപ്പോൾ അത് ശ്രീജയെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. ഇതിനെ ആൽബർട്ട് ബണ്ടൂറയുടെ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന ആശയവുമായി നമുക്ക് കണക്ട് ചെയ്യാം. ആ തിയറി പറയുന്നത് ഇങ്ങനെയാണ്: കുട്ടികൾക്ക് എന്താണ് സാധ്യമെന്ന് അവർ മറ്റുള്ളവരെ കണ്ടാണ് പഠിക്കുന്നത്. ഇവിടെയാണ് കുട്ടികളെ ഗൈഡ് ചെയ്യുന്നതിൽ അധ്യാപകരുടെ പങ്കുള്ളത്. കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി ഉള്ളവരാക്കി കുട്ടികളെ മാറ്റുക എന്നതാണ് ഇതിൽ പ്രധാനമായും അധ്യാപകർ ചെയ്യേണ്ട കാര്യം. ആദ്യം IAS ആകണമെന്നാണ് ശ്രീജ ആഗ്രഹിച്ചതെന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ കോളേജിൽ ഇന്റർനാഷണൽ റിലേഷൻസ് പഠിച്ചതിന് ശേഷമാണത്രേ തന്റെ ലക്ഷ്യം ശ്രീജ IFS ആക്കി മാറ്റിയത്. ഒരു ലക്ഷ്യത്തിലും നമ്മൾ പെർമനന്റ്ലി കുടുങ്ങേണ്ട ആവശ്യമില്ല. പുതിയ അറിവുകൾ ലഭ്യമാകുമ്പോൾ ലക്ഷ്യം മാറ്റാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി രണ്ടാമത്തെ പോയിന്റ്, ശ്രീജയുടെ വിജയത്തിൽ പങ്കുവഹിച്ച മറ്റൊരു പ്രധാന ഫാക്ടർ എൻവയോൺമെന്റൽ ഡിസൈൻ ആണ്. ശ്രീജയുടെ വീട്ടിൽ സൗകര്യങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് അവർ സ്വന്തം മുറി 2500 രൂപ ചെലവാക്കി വൈറ്റ് പെയിന്റ് ചെയ്തു. ആ മുറിയിൽ ഒരു വാചകം മാത്രമാണ് അവർ എഴുതിയിരുന്നത്: IFS in 2026. ഇതിനെ നമുക്ക് പ്രൈമിംഗ് എന്ന മനഃശാസ്ത്ര ആശയവുമായി കണക്ട് ചെയ്യാം. അതായത് നമ്മുടെ ചുറ്റിലും കാണുന്ന സൂചനകൾ നമ്മുടെ ശ്രദ്ധയും ശീലങ്ങളും നിയന്ത്രിക്കുമെന്നാണ് ഈ പ്രൈമിംഗ് തിയറി പറയുന്നത്. പഠനത്തിന് വേണ്ട മികച്ച ചുറ്റുപാട് സൃഷ്ടിക്കുക എന്നതും മികച്ച വിജയം നേടാൻ വേണ്ട കാര്യമാണ്. ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്നതും ഇവിടെ ശ്രീജ അപ്ലൈ ചെയ്ത വേറൊരു കാര്യമാണ്. വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും വരുന്നതിനായി അവർ കാത്തിരുന്നില്ല. പകരം അവർക്ക് ലഭിച്ച ചെറിയ ഇടം പോലും സ്വയം നിയന്ത്രിച്ച് ഉപയോഗിച്ച് പഠിച്ചു. അതിപ്പോൾ ഏത് സംരംഭത്തിനായാലും എല്ലാം സെറ്റായതിനു ശേഷം തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ അങ്ങനെ ഇരിക്കുകയുള്ളൂ. അടുത്തത് എക്സിക്യൂഷൻ ആണ്. ഇങ്ങനെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിൽ നല്ല മാർക്ക് വാങ്ങുന്നവർ പൊതുവെ ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ച പാഠം അതേ ദിവസം തന്നെ പഠിച്ചു തീർക്കുക എന്നതാണ്. അതുപോലെ തന്നെ കൃത്യമായ ഒരു ഡെയിലി പ്ലാനിംഗ് ഉണ്ടാവുക എന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ നമുക്ക് എബിംഗ്ഹൗസ് ഫോർഗെറ്റിംഗ് കർവ് എന്ന ആശയവുമായി കണക്ട് ചെയ്യാം. ഒരു ദിവസം കഴിഞ്ഞാൽ പോലും പഠിച്ചതിന്റെ വലിയൊരു ഭാഗം നമ്മൾ മറക്കും. പക്ഷെ അതേ ദിവസം തന്നെ അത് ആവർത്തിച്ചാൽ കൂടുതൽ ഓർത്തിരിക്കാൻ പറ്റുമെന്നാണ് ഈ തിയറി പറയുന്നത്. ഉദാഹരണത്തിന് ശ്രീജയുടെ ഇന്റർവ്യൂവിൽ അവർ പറയുന്നത് അവരുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഫോർച്യൂൺ അക്കാഡമിയിൽ കൃത്യമായ ഒരു ഡെയിലി പ്ലാനിംഗ് ഇങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് റൂട്ടീൻ പോലെ ഫോളോ ചെയ്യാൻ അവർക്ക് എളുപ്പമായിരുന്നു എന്നാണ്. പിന്നെ ലേണിംഗ് എപ്പോഴും ആക്റ്റീവായി കണ്ടിന്യൂ ചെയ്യണം എന്നതും ഇമ്പോർട്ടന്റ് ആണ്. പത്രങ്ങൾ വായിക്കുന്നതും സ്വന്തം വാക്കുകളിൽ സമ്മറി എഴുതുകയും ചെയ്യുന്ന ഈ ആക്റ്റീവ് ലേണിംഗ് പ്രോസസ് വെറുതെ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമാണ് എന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത്. അടുത്തത് പരാജയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതാണ്. ഉദാഹരണത്തിന് ശ്രീജയുടെ ഇന്റർവ്യൂവിൽ അവർ പറയുന്നത് കണ്ടു അവർക്ക് മോക്ക് ടെസ്റ്റിൽ പലപ്പോഴും മാർക്ക് കുറവായിരുന്നു എന്ന്. പക്ഷേ അതിനെ അവർ പരാജയമായി കാണാതെ അതിനെ ഫീഡ്ബാക്ക് ആയി കണ്ടു. ഇത് കരോൾ ഡ്വെക്കിന്റെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന ആശയമാണ്. അതനുസരിച്ച് പരാജയം എന്നത് കഴിവില്ലായ്മയുടെ ഒരു ഇൻഡിക്കേറ്റർ അല്ല, മറിച്ച് അത് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നതിന് വേണ്ട ഡാറ്റയാണ് നൽകുന്നത്. പക്ഷേ ഈ ഡാറ്റ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നമുക്ക് പലപ്പോഴും സ്വയം അനലൈസ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് നന്നായി അറിയുന്ന ഒരു മെന്ററിന്റെ ആവശ്യമുണ്ട്. ഇതിനെക്കുറിച്ചും ശ്രീജ അവരുടെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അവരുടെ അക്കാഡമിയിലെ മെന്റേഴ്സ് അവരുടെ വിജയത്തിൽ എത്ര വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച്. അപ്പൊ ഇതും എല്ലാവരും മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. ഇതിനൊക്കെ പുറമെ ഇത്രയും കോമ്പറ്റീറ്റീവായ സ്ട്രെസ്ഫുൾ ആയ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫാമിലിയുടെ സപ്പോർട്ടും അത്യാവശ്യമാണ്. കാരണം ഒരാൾക്കും ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയില്ല. എല്ലാവർക്കും ഒരു സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ആവശ്യമുണ്ട്. ശ്രീജയുടെ ഇന്റർവ്യൂസിൽ നിന്ന് മനസ്സിലായ വേറൊരു കാര്യം, അവർ ഈ എക്സാംസിനെ സമീപിച്ചിരുന്നത് വേറൊരു രീതിയിലായിരുന്നു എന്നതാണ്. തന്റെ പേഴ്സണാലിറ്റിയുടെ അളവുകോൽ എന്ന രീതിയിലല്ല ഒരിക്കലും അവർ അതിനെ സമീപിച്ചത്, മറിച്ച് തനിക്ക് എവിടെ ഇംപ്രൂവ് ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടൂളായാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള വിജയങ്ങളെ ചൂണ്ടിക്കാണിച്ച് അവർക്കൊന്നുമില്ലായിരുന്നു എന്നിട്ടും വിജയിച്ചു, പിന്നെ നിനക്കെന്താണ് പ്രശ്നം എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നതാണ്. കാരണം കുട്ടികളിൽ അത് ഗിൽറ്റ് മോട്ടിവേഷൻ ആണ് ഉണ്ടാക്കുക. അത് അവരിൽ ഭയവും സമ്മർദ്ദവും മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. ശ്രീജയെ പോലുള്ളവരുടെ വിജയം ഒരിക്കലും ഒരു അത്ഭുതമല്ല. അത് ശരിയായ ആറ്റിറ്റ്യൂഡിന്റെയും പഠിക്കാൻ ഉപയോഗിച്ച ടെക്നിക്സിന്റെയും ചുറ്റുപാടിന്റെയും നല്ല മെന്റേഴ്സ് ഉണ്ടായിരുന്നതിന്റെയും റിസൾട്ട്
റിസൾട്ടാണ്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മൾ എത്ര പരിശ്രമിച്ചാലും അൺഫോർച്ചുനേറ്റ്ലി എല്ലാം അനുകൂലമായി വരണമെന്നില്ല. അതും നമ്മൾ തീർച്ചയായും മനസ്സിൽ വെക്കണം. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.